അത്തച്ചമയത്ത് നമ്മൾ പല കലാരൂപങ്ങളും കണ്ടിട്ടുണ്ട്. പുലിക്കളി കണ്ടു, തെയ്യം കണ്ടു. പക്ഷെ ഇക്കുറി ഇതാദ്യമായാണ് അത്തച്ചമയം തുടങ്ങിയതിന് ശേഷം ഈ ഒരു കലാരൂപം ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. ഇതെന്താണ് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇതെന്താണ് കലാരൂപം? എന്താണ്? കരിങ്കാളിയാണ്. ആചാരാനുഷ്ഠാനമായിട്ട് ചെയ്യുന്നൊരു കലാരൂപമാണ്. അത്തച്ചമയത്തിന് ആദ്യമായിട്ടാണ് ഈ കലാരൂപം ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ആശാനും കൂടിയാണ് ഇത്. കരിങ്കാളി ഈ കലാരൂപം അത്തച്ചമയത്തിന് വരുന്നത് ആദ്യമായിട്ടാണ്. അതായത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്നൊരു കലയും കൂടിയാണ്. പിന്നെ കൊടുങ്ങല്ലൂർ അമ്മയാണ് ഇതിന്റെ കരിങ്കാളി എന്ന്. മൂലസ്ഥാനം കൊടുങ്ങല്ലൂർ അമ്മയാണ്. എത്ര പേരുണ്ട്? ഞങ്ങൾ 10 പേരുണ്ട്. ഇപ്പോൾ പിന്നെ വാദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ചെയ്തു. അതായത് ഇവിടെ ഒരു പൂജ നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ പൂജ എന്താ, ഇതിന്റെ സങ്കല്പം എന്താ? അമ്മയെ പൂജിക്കുന്നതായിട്ടാണോ ഈ കലാരൂപം? ഒരുങ്ങുന്നതിന് മുമ്പാണോ, എങ്ങനെയാണ്? ഒരുങ്ങുന്നതിന് മുൻപ് നമ്മുടെ അമ്മയെ സ്വീകരിക്കും. വലിയ വിപുലമായ ചടങ്ങുകളോടെയാണ് തുടങ്ങേണ്ടത്. പക്ഷെ നമ്മുടെ ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് കുറച്ച് ഞങ്ങൾ ഇത് കളം വരച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത് ആധുനികമായുള്ള എല്ലാ ചില ചിട്ടകളും കാര്യങ്ങളും. അതിപ്പോൾ നമ്മളൊരു ഘോഷയാത്രേനെ ഓണാഘോഷ പരിപാടിയായിട്ട് ഞങ്ങൾ ചുരുക്കിയിട്ട് ചെയ്യാണ്. വേറെ കളങ്ങളും കാര്യങ്ങളൊക്കെ വരച്ചിട്ടാണ് ഇത് സത്യം പറഞ്ഞാൽ ചെയ്യണം. എന്താ ഇതിൽ ഉള്ളത് ശരിക്കും? ഈ കലാരൂപം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വേഷം ധരിച്ചിട്ട് മറ്റെന്തെങ്കിലും ആർട്സ് പെർഫോമൻസ് ഉണ്ടോ? എങ്ങനെയാണ് അതിന്റെ കാളിരൂപം കെട്ടി നടക്കുക മാത്രമാണോ, അതോ അതിനകത്ത് മറ്റേ ഈ ചടങ്ങുകളായിട്ടുണ്ടോ? അതായത് നമ്മളിപ്പോ ഇതിന്റെ ഒരു വിശ്വാസത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഒരു വഴിപാടായിട്ട് നേരുന്നതാണ്. ചിലപ്പോൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്, ചങ്ങനകുളത്താണ് ഏറ്റവും കൂടുതൽ. മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്ന സംഭവം. ഈ ഭാഗത്ത് ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ ചെട്ടിക്കുളങ്ങര വരാറുണ്ട്. ഞങ്ങൾ ചെട്ടിക്കുളങ്ങര അവിടെ വരാറുണ്ട്. പിന്നെ തിരുവനന്തപുരം വന്നിട്ടുണ്ട്. പൂരത്തിനൊക്കെയാണ് ഇത് കണ്ടിരിക്കുന്നത്. ഈ തൃശ്ശൂർ ജില്ലയിലെ പൂരത്തില് ആനയും ആനയുടെ ഒപ്പം ഈ കലാരൂപം ഉണ്ടാവും. അതെ. പിന്നെ ഞാൻ ഈ നിങ്ങളുടെ ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുരുത്തോലയാണ്, പിന്നെ വാഴപ്പിണ്ടി കണ്ടു. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? അതെ, ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് ഇതിലും ഐതിഹ്യമുണ്ട്. അത് നമ്മൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ വഴിപാട് തീർക്കുക എന്നുള്ളൊരു ചടങ്ങ് കൂടി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഞങ്ങൾ കതിരെന്ന് പറയും. ആ കതിര് വെട്ടിയിട്ടാണ് അത് അവസാനിപ്പിക്കുക. അങ്ങനെയാണ് അതിന്റെ ഐതിഹ്യം. ഇന്ന് നിങ്ങളിപ്പോ ഇവിടെ ഇങ്ങനെ വലം വെച്ച് വന്ന് ഇങ്ങനെ ഇത് വെട്ടി ഇത് അവസാനിപ്പിക്കുക, അങ്ങനെയാണോ ഇന്നത്തെ? ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ എന്തായാലും മനസ്സുകൊണ്ട് അത് വെട്ടിയിരിക്കും. അത്തച്ചമയം തുടങ്ങിയതിന് ശേഷം പോകുന്നെങ്കിൽ അതിന് സ്ഥാനം ഉണ്ടായിരിക്കും. ആ സ്ഥാനത്ത് പോയിട്ട് നമ്മൾ അവസാനിപ്പിക്കും. അത്തച്ചമയം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് നിങ്ങളാണ് ചെയ്യുന്നത്. ആ ഒരു സന്തോഷമുണ്ട് നിങ്ങൾക്ക്? കലാകാരന്മാർ ഇവിടെ, അതിൽ ഇവിടെ പെർഫോം ചെയ്യാനുള്ളവരൊക്കെ വേഷമൊക്കെ ധരിച്ച് റെഡിയാവും. ചേട്ടാ, ഇനിയുണ്ടോ മേക്കപ്പ്? ഇനി ബാക്കിയുണ്ടോ? ഇനി ഇതൊക്കെ ധരിക്കാനില്ലേ? കുറച്ചും കൂടിയും ബാക്കിയുണ്ട്. ഇനി എന്താ കരി തേക്കാനുണ്ട്, അതേപോലെ തന്നെ ഡ്രസ്സുകൾ ചെയ്യാനുണ്ട്. കുറെ വർഷമായോ ഈ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഈ കളിരൂപം ധരിക്കാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായിട്ടുണ്ട്? കുറച്ച് ഒരു 2-3 വർഷമായി ഉണ്ടാവും ഞാൻ തുടങ്ങിയിട്ട്. അമ്പലങ്ങളിലൊക്കെ പോവാറുണ്ട്? പോവാറുണ്ട്. ഇവിടെ ആദ്യമായിട്ടല്ലേ? ഇതിന് മുന്നേ അല്ലാതെ അത്തച്ചമയം കാണാൻ വന്നിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം തെയ്യായിരുന്നു ഇവിടെ, ഇപ്രാവശ്യം കരിങ്കാളിയായിരുന്നു മാത്രം. കഴിഞ്ഞ വർഷം തെയ്യമായിരുന്നു, ഇത്തവണ കരിങ്കാളിയായി. അങ്ങനെ വിവിധ രൂപങ്ങൾ, വിവിധ ആൾക്കാരൊക്കെ ഇങ്ങനെ തയ്യാറെടുത്ത് വരികയാണ്. നമ്മളും ഇത് കാണാനായിട്ട് വളരെ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. ഇവർക്ക് കുറി തൊടുകയാണോ ഇത്? മുഖത്ത് തേക്കുള്ളതാണ്. മുഖത്ത് തേക്കും. മുഖത്ത് മേക്കപ്പ് ഇനി ചെയ്യാനുണ്ടല്ലേ? ഇത് മുഖത്ത് തേക്കും. മുഖത്ത് തേച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മേക്കപ്പൊക്കെ ചെയ്യും. കീർത്തന മുന്നേ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ മുന്നേ കാരണം തൃശ്ശൂർ ജില്ലയിൽ പലപ്പോഴും പൂരത്തിനൊക്കെ ഈ കലാരൂപം ഉണ്ടാവും, കാളിരൂപം ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട്. തൃശ്ശൂരാണ് വരുന്നത്. അപ്പോൾ ഞാനത് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് കണ്ട പോലെ തോന്നി. പക്ഷെ നമ്മൾ ഈ അത്തച്ചമയത്തിനൊന്നും ഇത് കാണാത്തതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ചോദിച്ചു പറഞ്ഞു ആദ്യമായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വന്നപ്പോൾ കരിങ്കാളിൻ്റെ ഒരു ഇതുണ്ടായിട്ടുണ്ടായില്ല. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഞങ്ങൾ വന്നത് കരിങ്കാളിൻ്റെ അത് ചെയ്യുന്നത്. അത്തച്ചമയ ഘോഷയാത്ര കാണാനുള്ള ആൾക്കാർക്ക് ഒരു പുതിയ കലാരൂപം കൂടി ഇത്തവണ, പുതിയ കലാരൂപം എന്ന് പറഞ്ഞാൽ അത്തച്ചമയത്തിലേക്ക് ഇവർ ഇത്തവണ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൂടി ഇവിടെ തയ്യാറെടുക്കുകയാണ്, ഒരുങ്ങുകയാണ്. എല്ലാവരും അത്തച്ചമയം കാണാനായിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അണിയറയിൽ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അത്തം നഗറിൽ നിന്നും ആതിര ജെയിനും കീർത്തന കേശവനും.